സാത്താനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവൻ വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുന്നു എന്നാണ്. സാത്താൻ അവന്റെ ആയിരിക്കുന്ന രൂപത്തിൽ വന്നാൽ മനുഷ്യരെല്ലാവരും അവനെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് അവൻ ആൾക്കാർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ കപടഭാവത്തിൽ വരും. അങ്ങനെയുള്ളൊരു രൂപമാണ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഏത് രൂപത്തിലാണ് അവർ വരുന്നത്? ധർമ്മോപദേഷ്ടാക്കന്മാർ. ധർമ്മോപദേഷ്ടാക്കന്മാരായുള്ള ഗുണം എന്താണ്? അവർ നല്ലതേ പറയത്തുള്ളൂ, ഉപദേശങ്ങളാണ് പറയുന്നത്. അവർക്ക് തന്നെ പാലിക്കാൻ കഴിയാത്ത കട്ടിയായ ഉപദേശങ്ങൾ പറയും. അവർ എന്താണ് പറയുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും അവർക്ക് തന്നെ അറിയില്ല. ദോഷം എന്താണെന്ന് അറിയാമോ? ജനങ്ങൾ സഭയിൽ നിന്നകലും, യുവാക്കൾ സഭയോട് ചേർന്ന് നിൽക്കുകയില്ല. അതുകൊണ്ട് തിമോത്തിയോസിനോട് പൗലോസ് പറയാണ്, ഞാൻ മാസിഡോണിയയ്ക്ക് പോവുകയാണ്, നീ എഫെസോസിൽ താമസിക്കണം, നീ അവിടെ സുവിശേഷം പറയണം. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയണം. അപ്പൊ ഈ സുവിശേഷം പറഞ്ഞാൽ വല്ല ഗുണമുണ്ടോ? അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ധർമ്മോപദേഷ്ടാക്കന്മാർ ആൾക്കാരെ സഭയിൽ നിന്ന് അകറ്റുന്നു. അവർ കൂടുതൽ ആൾക്കാരെ മോശമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. എന്നാൽ സുവിശേഷം കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, സ്നേഹം. സുവിശേഷം കേൾക്കുന്നവൻ, യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി ചെയ്തത്, പരിശുദ്ധാത്മാവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ഒരുത്തൻ, ദൈവത്തിൽ നിന്നുള്ള ദൂത് കേൾക്കുന്ന ഒരുത്തൻ്റെ ഹൃദയം ശുദ്ധമാകും. അവന് നല്ല മനസാക്ഷി ഉണ്ടാവും, അവനൊരു നിർവ്യാജ വിശ്വാസം ഉണ്ടാവും. അങ്ങനെ അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് എത്തും. ഇനി ധർമ്മോപദേഷ്ടാക്കന്മാർ അങ്ങനെ നിൽക്കാൻ കാര്യം എന്താണ്? ഗലാത്യ ലേഖനത്തിലുണ്ട്, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? അതാണ് കാര്യം. ഞാൻ ഈ പ്രമാണം ഒത്തിരി അങ്ങ് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രസാദം കിട്ടും, പക്ഷെ ഞാൻ സുവിശേഷം പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രസാദം കിട്ടും.